ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉരുളക്കിഴങ്ങ് മപ്പാസ്. അതിന് വേണ്ടി 2 സവാള ഉള്ളി, 3 ഉരുളക്കിഴങ്ങ്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് തിരുവോണത്തിൻ്റെ അന്ന് വെച്ച കറിയാണ്. ഒരു ഉരുളി അടുപ്പിലേക്ക് വയ്ക്കാം. 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും സവാള ഇതുപോലെ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തത്. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇത് എണ്ണയിൽ നല്ലതായിട്ട് വഴന്ന് വരണം. തിരുവനന്തപുരംകാരുടെ സദ്യ കറിയാണ്. ഇനി ഇത് തേങ്ങാപ്പാലിലാണ് കറി വെക്കുന്നത്. 2 ഗ്ലാസ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് പൊടികൾ ചേർത്ത് കൊടുക്കണം. എല്ലാ പൊടികളും പച്ചയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം മല്ലിപ്പൊടി, മല്ലി പൊടിച്ച പൊടിയാണത്. അത് 1 സ്പൂണ്, 1/2 സ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് വേണ്ടുന്ന ഉപ്പുപൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പുപൊടി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി കുറവാണ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേകാനായിട്ട് വയ്ക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം വെന്തോന്ന്. ഇത് നല്ലതായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് വെന്തോന്നൊന്ന് നോക്കാം. ഇത് വെന്തിട്ടില്ല. പിന്നെയും ഒരു 10 മിനിറ്റും കൂടെ വേകാനായിട്ട് അടച്ചു വയ്ക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് വെന്തോന്ന് തുറന്ന് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതുപോലൊന്ന് ഉടച്ച് കൊടുക്കാം. ഇനിയും എടുത്തു വെച്ചിട്ടുള്ള 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒരു 1.5 ഗ്ലാസോളം ഉണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയതായിട്ട് ചൂടാക്കിയാൽ മതി. ഇനിയും കറി വാങ്ങി വെക്കാം. ഇനി ഇതിന് കടുക് വറുക്കാം. ഒരു പാത്രം അടുപ്പി വെച്ചു. 2 സ്പൂൺ വെളിച്ചെണ്ണ, കടുകിട്ടു, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ വർഷത്തെ ഓണം മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.